റിക്കിയുടെ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ പോയി നോക്കിക്കോട്ടെ, അതിലുണ്ട്. പിന്നെ ഇപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ അത് അവിടെ കുറച്ച് നേരം TV ഒക്കെ ഓണായിരുന്നേ. ബാഹുബലി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇത്രയും നേരം. ഡിന്നറിന് എന്താന്ന് പറഞ്ഞാൽ പച്ചരിക്കഞ്ഞി കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. സാധനമല്ല കേട്ടോ, ഫുഡ് ഫേവറേറ്റ് പായസം പോലെ ഇരിക്കുന്നത്. പിന്നെ ഉണ്ടാക്കിയത് എൻ്റെ ബ്രദർ ആയിരുന്നു കേട്ടോ. അവൻ നന്നായി കുക്കിംഗ് ഒക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ്. ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ചില സാഹചര്യങ്ങളോട് പറ്റിയില്ല. ഇത് 3 പ്ലേറ്റാണ് ഞാൻ കഴിച്ചത്. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷമായിരിക്കുമല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് വീടൊക്കെ ഇവിടെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും, നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആട്ടോ. മേലെ പോയാലും അവിടെ ബാൽക്കണിയുടെ മേലെ ഇരുന്നാലൊക്കെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ. പിന്നെ എനിക്ക് ഈ റൂം എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ അമ്മയുടെ വീട് എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ഈ റൂം എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ കിടക്കാറുണ്ട്. ബട്ട് ചില ദിവസങ്ങളിൽ ഞാനിപ്പോൾ വേറെ റൂം, ഇപ്പം ഞാൻ വേറെ റൂമിലാണ് കിടക്കുന്നത്. പക്ഷേ ഈ റൂം ഒരു പ്രത്യേകത കേട്ടോ. സത്യം മേലെ കണ്ടില്ല, ബർത്തിന്റെ മേലെ ഇങ്ങനെ ചെയ്തിരിക്കുക. പർപ്പിളാണോ പിങ്കാണോ കളർ എനിക്കറിയുന്നില്ല. ഒരു ആഷ് കളറും ഒരു പർപ്പിൾ കളറും ഒരു ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ട് ബർത്തിൽ സെറ്റ് ചെയ്ത് ഇവിടെ. പിന്നെ വാളിൽ അറ്റാച്ച്ഡ് ആയിട്ട് അലമാരയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസം. പിന്നെ അതിങ്ങനെ വെറുതെ തുറന്ന് നോക്കും, ജസ്റ്റ് ഒരു രസത്തിന് വെറുതെ ഇങ്ങനെ തുറന്ന് നോക്കൽ മാത്രം കേട്ടാ. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, അതിനൊന്നും മീൻസ് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീട് ഫുള്ള് ഇങ്ങനെ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ നോക്കി നടക്കുക. അതൊക്കെയാണ് എൻ്റെ ഹോബി. പിന്നെ കുറെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ എന്തായാലും എനിക്ക് റിക്കിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ജനൽ വഴി നോക്കിയാൽ നമുക്ക് അവനെ കാണാം കേട്ടോ. അപ്പോൾ റൂമൊക്കെ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഭയങ്കര ഒരു സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു റൂം കേട്ടോ ഇത്. ഇപ്പം ഇത്തിരി അലങ്കോലമാക്കി വെച്ചതാ ഇത്. അലങ്കോലം ആണെങ്കിൽ പോലും ഞാൻ കിടക്കുമ്പോൾ എപ്പോഴും നീറ്റാക്കിയിട്ട് വെച്ചിട്ടാട്ടോ കിടക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് ഫേസ് വാഷ് ചെയ്തതാ കേട്ടോ. പക്ഷെ എൻ്റെ ഫേസ് എന്തോ അത്ര ക്ലീൻ ആയ പോലെ ഇല്ല. പെട്ടെന്ന് വന്നപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് വിട്ടതാണേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്കിൻ കെയർ അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വിടുക ഫേസ് വാഷ് ഇട്ടിട്ട്. ഈ ലോട്ടസിന്റെ ജോജോബ വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ബോൾസ് പോലെ ഒരു സാധനം, പക്ഷെ ഇത് നല്ല സ്മെല്ലും ഉണ്ട്, അടിപൊളിയാട്ടോ. ആക്ച്വലി എന്തോ മില്ലി ക്യാപ്സ്യൂൾസ് ആണ് തോന്നുന്നു. ഇതിൽ എഴുതിയിട്ട് തന്നെ ഉണ്ട് എന്തോ മില്ലി ക്യാപ്സ്യൂൾസ് ആണ്. പിന്നെ ഫേസിന് നറിഷ് ചെയ്യാനൊക്കെ സഹായിക്കാൻ എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതെന്റെ സ്കിന്ന് കുറച്ചുകൂടി നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നേ തോന്നുന്നു. അപ്പൊ എന്തായാലും ഇതൊന്ന് അപ്ലൈ ചെയ്യട്ടെ കേട്ടോ ഞാൻ. ഫേസ് ഒക്കെ കഴുകി ഇതേ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴും ഈ പിമ്പിള് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആവുന്നുണ്ട്, നല്ല പെയിന് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറേ ചലം പുറത്തോട്ടൊക്കെ പോയതാണ്, ബട്ട് നല്ല ഇറിറ്റേഷൻ ആവുന്നുണ്ട്. പിന്നെ ഫേസിൽ അധികം ടച്ച് ചെയ്യാതെ ഞാൻ നോക്കണം. ഇത് ഈ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി എന്തൊരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് കുറച്ച് പ്ലംബായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് നമുക്ക് സ്കിൻ എന്തോ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ എനിക്കുണ്ട് കേട്ടോ. അതൊന്നും ഒരു പ്രൊമോഷനായിട്ട് കരുതേണ്ട, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പാർട്ട് 2 ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങാനൊക്കെ പോകും. ബട്ട് സിനിമ കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോയി ഉറങ്ങും. പിന്നെ നാളെ രാവിലെ പറ്റുവാണെങ്കിൽ ഞാൻ ലോങ് വ്ളോഗ് ഇടാൻ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടാണെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് പക്ഷേ ലോങ് വ്ളോഗ്സ് കൂടുതൽ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ചില സമയങ്ങളിൽ എനിക്ക് എൻ്റെ ഒരു ടൈം കൺവീനിയൻസ് അനുസരിച്ചിട്ടൊക്കെയാണ് ലോങ് വ്ളോഗ്സും ഷോർട്ട് വ്ളോഗ്സും ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ എപ്പോഴും പറയുന്ന പോലെ അത് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ സപ്പോർട്ട് എൻ്റെ ഈ ഫാമിലിയിലോട്ട് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കും ഹാർട്ടി വെൽക്കം ടു യു ഓൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ.